പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് ഒരു DFE മിനിമൈസ് ചെയ്യാന്നുള്ളതിൻ്റെ തിയറട്ടിക്കൽ വേർഷനാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് എങ്ങനെയാണ് അത് പ്രാക്ടിക്കലി ചെയ്യുക, ഒരു പ്രോബ്ലം വെച്ചിട്ട് എങ്ങനെയാണ് ഒരു DFE മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണാൻ പറ്റുന്നുണ്ടാവും. ഒരു സാധാരണ DFE ആണ്. നമുക്കിപ്പോൾ ഇതിന് 5 സ്റ്റേറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് സ്റ്റേറ്റ്സ്? എ, ബി, സി, ഡി, ഇ. ഈ 5 സ്റ്റേറ്റ്സ് ആണ് ഉള്ളത്. നമുക്കിനി ഈ DFA മിനിമൈസ് ചെയ്തിട്ട് ഈ 5 കുറവ് സ്റ്റേറ്റ്സ് ഉള്ള ഒരു DFA ആക്കിയിട്ട് മാറ്റണം. അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഒരു തന്നിരിക്കുന്ന DFAയുടെ ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കുക എന്നൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കാം. അപ്പോൾ ഇതിൽ ഓരോ സ്റ്റേറ്റ്സിൻ്റെയും ട്രാൻസിഷൻസ് നമ്മൾ ഈ ടേബിൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. എ നമ്മുടെ സ്റ്റാർട്ട് സ്റ്റേറ്റ് ആണ് ആൻഡ് ഇ നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ അപ്പോൾ ആദ്യം ഈ ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കുക. ആൻഡ് ദെൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഓരോ ഇക്വലൻസിൻ്റെ കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ 0 ഇക്വലൻസ്, 1 ഇക്വലൻസ്, 2 ഇക്വലൻസ്, അങ്ങനെ എത്ര ഇക്വലൻസ് വേണം എന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ പറയും. അപ്പോൾ എത്ര ഇക്വലൻസ് വേണോ അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കാണേണ്ടത് 0 ഇക്വലൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. 0 ഇക്വലൻസ് നമുക്ക് എഴുതാൻ വളരെയധികം എളുപ്പമാണ്. ജസ്റ്റ് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റിനെ ഒരു ഗ്രൂപ്പിലിടുക. ഒന്നിൽ കൂടുതൽ ഫൈനൽ സ്റ്റേറ്റ്സ് ഉണ്ടെങ്കിൽ അത്രയും എണ്ണത്തിനെ ഒരു ഗ്രൂപ്പിലിടുക. ആൻഡ് നോൺ ഫൈനൽ സ്റ്റേറ്റ്സിനെ വേറൊരു ഗ്രൂപ്പിലിടുക. അങ്ങനെ 2 ഗ്രൂപ്പായിട്ട് ബേസിക്കലി നമ്മുടെ ഡയഗ്രത്തിനെ ഡിവൈഡ് ചെയ്യാം. അതാണ് നമ്മൾ 0 ഇക്വലൻസിൽ ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ്, നമ്മൾ നോൺ ഫൈനൽ സ്റ്റേറ്റ്സ് ആണ് എ, ബി, സി, ഡി. നമ്മൾ ഫൈനൽ സ്റ്റേറ്റ് ആണ് ഇ. അത് എഴുതാം. അപ്പോൾ എ, ബി, സി, ഡി ഇതാണ് നമ്മുടെ നോൺ ഫൈനൽ സ്റ്റേറ്റ്സ്. അതിനെ ഒരു ഗ്രൂപ്പാക്കി. ആൻഡ് ഇ എന്നുള്ളത് ഫൈനൽ സ്റ്റേറ്റ് ആണ്, സോ അതിനെ ഒരു ഗ്രൂപ്പാക്കി. ഇതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, 0 ഇക്വലൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് വി വിൽ ബി checking for the 1 equivalence. 1 equivalence നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗ്രൂപ്പ് 0 ഇക്വലൻസിന് നമുക്ക് കിട്ടിയ ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ 0 ഇക്വലൻസിന് നമുക്ക് കിട്ടിയ ആ ഒരു റോ നമ്മൾ കൺസിഡർ ചെയ്യാം. ആൻഡ് ദെൻ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് എ ആൻഡ് ബി ആണ്. എയും ബിയും നമ്മൾ സെലക്ട് ചെയ്യും. ആൻഡ് അത് 1 ഇക്വലൻ്റ് ആണോ നോക്കും. ആൻഡ് ദെൻ പിന്നെ വരുന്ന സി 1 ഇക്വലൻ്റ് ആണോ നോക്കും. ആൻഡ് ദെൻ ഡി 1 ഇക്വലൻ്റ് ആണോ നോക്കും. ഈ ആദ്യം തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒറ്റയ്ക്കല്ലേ ഉള്ളത്, അപ്പോൾ അതിനൊന്നും നോക്കാനില്ല. ഇങ്ങനെയുള്ള ഗ്രൂപ്പിൻ്റെ മാത്രമേ നമ്മൾ നോക്കേണ്ടുള്ളൂ. ഒന്നിൽ കൂടുതൽ മെമ്പേഴ്സ് ഉള്ളതിൻ്റെ മാത്രമേ നമ്മൾ 1 ഇക്വലൻ്റ് ആയാലും 2 ഇക്വലൻ്റ് ആയാലും അതൊക്കെ നോക്കേണ്ടുള്ളൂ. അപ്പോൾ അതിനി എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാനായിട്ട് ആദ്യം എ ബി എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ എയും ബിയും എടുക്കുമ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണ് അത് ചെക്ക് ചെയ്യുക എന്നുള്ളത് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവില്ലേ. നമുക്കത് ജസ്റ്റ് ഇപ്പോൾ ചെയ്ത് നോക്കാം. അപ്പോൾ ബേസിക്കലി ഇത് ട്രാൻസിഷൻ ടേബിൾ വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ആദ്യം എയും ബിയും സെലക്ട് ചെയ്യാം. ആൻഡ് ദെൻ അതിൻ്റെ 0യിൽ അതിൻ്റെ ട്രാൻസിഷൻ എന്താണെന്ന് നോക്കുക, 1ൽ അതിൻ്റെ ട്രാൻസിഷൻ എന്താണെന്ന് നോക്കുക. ആ കിട്ടുന്നത് ഈ ഗ്രൂപ്പിലേക്ക് തന്നെയാണോ പോയിന്റ് ചെയ്യുന്നത് നോക്കുക. അതാണ് വേണ്ടത്. അപ്പോൾ എയും ബിയും എടുത്തു. അതിൻ്റെ എക്ക് 0 കൊടുത്താൽ എങ്ങോട്ടേക്കാണ്? ബി ആണ് കിട്ടുക. ആൻഡ് ബിക്ക് 0 കൊടുത്താലും ബി ആണ്. സോ അത് വേറെ കുഴപ്പമൊന്നുമില്ല, ഒരേ സെറ്റാണ്. ആൻഡ് ദെൻ എക്ക് 1 കൊടുത്താൽ എങ്ങോട്ടേക്കാണ്? എക്ക് 1 കൊടുത്താൽ സിയിലേക്കാണ്. ആൻഡ് ബിക്ക് 1 കൊടുത്താൽ ഡിയിലേക്കാണ്. അപ്പോൾ അതെവിടെയാണ്? അത് ഒരേ ഗ്രൂപ്പാണ്. എ ബി സി ഡി എന്നുള്ളത് ഒരേ ഗ്രൂപ്പാണ്. സോ എ ബി എന്നുള്ളത് 1 ഇക്വലൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമുക്ക് ആദ്യത്തെ സെറ്റിൻ്റെ സ്റ്റാർട്ടിങ് കിട്ടി. എ ബി 1 ഇക്വലൻ്റ് ആണ്. ഇത് ഒരേ ഗ്രൂപ്പിൽ എ ബി എന്നുള്ളത് നമ്മൾ ട്രാൻസിഷൻ ചെയ്തപ്പോഴും കിട്ടിയത് സിയും ഡിയും ആണ്. എ ബി സി ഡി എന്നുള്ള ഒരേ ഗ്രൂപ്പിലല്ലേ കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എ ബി എന്നുള്ളത് 1 ഇക്വലൻ്റിൻ്റെ ആദ്യം എഴുതിയത്. ഇനി സിയും ഡിയും 1 ഇക്വലൻ്റ് ആണോ നോക്കണം. അതിനായിട്ട് നമുക്ക് സി സെപ്പറേറ്റ് ആയിട്ട് എയോട് അല്ലെങ്കിൽ ബിയോട് ചെക്ക് ചെയ്താൽ മതി. എയുമായിട്ട് 1 ഇക്വലൻ്റ് ആണോ
അല്ലെങ്കിൽ ബി ആയിട്ട് വൺ ഇക്വലൻ്റ് ആണോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് സി ആൻഡ് എയും സിയും തമ്മിലാണ് കമ്പയർ ചെയ്യാൻ പോകുന്നത്. അത് വൺ ഇക്വലൻ്റ് ആണോ എന്നാണ് നോക്കണം. അപ്പോൾ എ സി നോക്കുമ്പോൾ നമുക്ക് എന്താ ട്രാൻസിഷൻ ടേബിളിൽ കാണുക? എക്ക് 0 കൊടുത്താൽ ബി ആണ്, സിക്ക് 0 കൊടുത്താലും ബി ആണ്. ആൻഡ് എക്ക് 1 കൊടുത്താൽ സി ആണ്, സിക്ക് 1 കൊടുത്താലും സി ആണ്. സി എന്നുള്ളത് ഇവരുടെ അതേ ഗ്രൂപ്പിൽ തന്നെയാണല്ലോ. എ ബി സി ഒരേ ഗ്രൂപ്പാണ്. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? സി എന്നുള്ളതും വൺ ഇക്വലൻ്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തത് നമുക്കുള്ളത് ഡിയുടെ നോക്കാനാണ്. ഇപ്പോൾ സി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. എ ബി സി എന്നുള്ളത് അപ്പോൾ വൺ ഇക്വലൻ്റ് ആണെന്ന് കിട്ടി. ഇനി ഡി ആണ്. ഡി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇപ്പോൾ മൂന്നും വൺ ഇക്വലൻ്റ് അല്ലേ? എയും ബിയും സിയും വൺ ഇക്വലൻ്റ് ആണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നുമായിട്ട് വൺ ഇക്വലൻ്റ് ആണോ എന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ സിയുമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സിയും ഡിയും വെച്ച് നോക്കാം. ഇപ്പോൾ സിയും ഡിയും വെച്ച് നമ്മൾ വൺ ഇക്വലൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സിക്ക് 0 കൊടുത്താൽ ബി ആണ്, ആൻഡ് ഡിക്ക് 0 കൊടുത്താലും ബി ആണ്. അവിടെ ഒരു ഇഷ്യൂ ഇല്ല. ബട്ട് സിക്ക് 1 കൊടുത്താൽ സി ആണ്, ഡിക്ക് 1 കൊടുത്താൽ എങ്ങോട്ടേക്കാണ്? ഇയിലേക്കാണ്. ഈ ഇ എന്നുള്ളത് ഇവരുടെ ഗ്രൂപ്പാണോ? എ ബി സി ഡി ആണ് ഗ്രൂപ്പ്. ഈ സെപ്പറേറ്റ് ഗ്രൂപ്പാണ്. സോ നമുക്ക് അത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. വൺ ഇക്വലൻ്റ് ആണെങ്കിൽ നമ്മൾ ട്രാൻസിഷൻ ചെയ്ത് കിട്ടുന്ന ഏതാണോ സ്റ്റേറ്റ് അതെല്ലാം ഒരേ ഗ്രൂപ്പിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഏത് ഇക്വലൻസ് നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് ചെയ്യുക. ഒരേ സ്റ്റെപ്പ് തന്നെയാണ് ഓരോ ഇക്വലൻസിലും നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. പക്ഷെ നമ്പർ ഓഫ് സെറ്റുകൾ കൂടി വരും. ഇപ്പോൾ ഇവിടെ ഡി എന്നുള്ളത് ഇവരുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡിയുടെ ട്രാൻസിഷനിൽ അത് വരുന്നത് ഇ ആണ്. ഇ സെപ്പറേറ്റ് സെറ്റാണ്. സോ ഡി എന്നുള്ളതിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഗ്രൂപ്പ് ചെയ്തു. ആൻഡ് ഓൾറെഡി നമ്മുടെ ഇ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ്. സോ ഇനി നമുക്ക് ഇപ്പോൾ ഉള്ള ഗ്രൂപ്പിൽ ഏതൊക്കെയുള്ളൂ? എ ബി സി. ഇനി ഈ ഒരു റോ വെച്ചിട്ട് വേണം നമ്മൾ 2 ഇക്വലൻസ് നോക്കാനായിട്ട്. 2 ഇക്വലൻസ് നോക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഡിയും ഇയും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അത് ഒറ്റയ്ക്ക് തന്നെയല്ലേ കിടക്കുന്നത്. ഗ്രൂപ്പ് ആയിട്ടുള്ളതിനാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുക. അപ്പോൾ എ ബി സി എന്നുള്ളതിൻ്റെ 2 ഇക്വലൻസ് നോക്കുക. അതാണ് ഇനി ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പോൾ എ ബി സി നോക്കുമ്പോൾ ആദ്യം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ എ ബിയുടെ നോക്കാം. അപ്പോൾ എന്താ വരാം? എ ബിയുടെ നോക്കുമ്പോൾ എക്ക് ഡി ഇ ഓൾറെഡി നമ്മൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അത് നോക്കേണ്ട കാര്യം വരില്ല. ആൻഡ് നമുക്കാകെ എ ബിയുടെയും ആൻഡ് അത് വൺ ഇക്വലൻ്റ് ആണെങ്കിൽ സി അതിനോട് കണക്ട് ചെയ്തിട്ട് സിയുടെയും നേരത്തെ ചെയ്ത പോലെ അത്രേ ചെയ്യേണ്ടി വരുള്ളൂ. അപ്പോൾ എ ബിയുടെ നോക്കുമ്പോൾ എക്ക് 0 കൊടുക്കുമ്പോൾ ബി ആണ്, ആൻഡ് ബിക്ക് 0 കൊടുക്കുമ്പോഴും ബി ആണ്. പിന്നെ എക്ക് 1 കൊടുക്കുമ്പോൾ സി ആണ്, ആൻഡ് ബിക്ക് 1 കൊടുക്കുമ്പോൾ എന്താ? ഡി ആണ്. ഡി ഇവരുടെ ഗ്രൂപ്പ് ആണോ? അല്ല. സോ ഡി സെപ്പറേറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എ ബി എന്നുള്ളത് വൺ ഇക്വലൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ. അതുകൊണ്ട് നമ്മൾ എ ബി നമുക്ക് വൺ ഇക്വലൻ്റിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. ഇനി ഉള്ളത് എ സി ആണ്. എ സി നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ബി നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്യണം കേട്ടോ. വേറെ 2 ഇക്വലൻ്റ് അല്ലെങ്കിൽ മാറ്റണം. ഞാൻ നേരത്തെ 1 ഇക്വലൻ്റ് എന്ന് പറഞ്ഞതൊന്നും 2 ഇക്വലൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്സ് ഇത് ചെയ്യുമ്പോഴും ആ ഇക്വലൻ്റ് കൂടി വരും, ഇക്വലൻ്റിൻ്റെ നമ്പർ. ഇനി എയും സിയും നോക്കുമ്പോൾ എക്ക് 0 കൊടുക്കുമ്പോൾ എന്താണ്? ബി ആണ്. സിക്ക് 0 കൊടുക്കുമ്പോഴും ബി ആണ്. ആൻഡ് നെക്സ്റ്റ് എക്ക് 1 കൊടുക്കുമ്പോൾ സി ആണ്, സിക്ക് 1 കൊടുക്കുമ്പോഴും സി ആണ്. അത് ഇവരുടെ ഗ്രൂപ്പ് അല്ലേ? വൺ ഇക്വലൻ്റിൽ നോക്കൂ, എയും സിയും ഒരേ ഗ്രൂപ്പാണ്. സോ 2 ഇക്വലൻ്റിൽ ഇവർ ഒരുമിച്ച് വരും. എ സി എന്നുള്ളത് സെയിം ആയിട്ട് വരും, പക്ഷെ ബി എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കും. ബിയും സിയും ഇക്വലൻ്റ് അല്ല, അതുകൊണ്ട് അവരായിട്ട് ഇനി കണക്ഷൻ നോക്കണ്ട, അവർ സെപ്പറേറ്റഡ് ആയതുകൊണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇനി ഒരു ഇക്വലൻസും കൂടെ നോക്കണം. അപ്പോൾ 3 ഇക്വലൻസും കൂടെ നോക്കാം. ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നവർ നമ്മൾ അത്രയും നമ്പർ ഓഫ് ഇക്വലൻസ് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ 3 ഇക്വലൻസ് നോക്കുമ്പോൾ വലിയ പണിയൊന്നുമില്ല. എ സിയുടെ ഒന്നുകൂടെ നോക്കിയാൽ മതി, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇതേ കാര്യം തന്നെ ചെയ്യാം.
അപ്പോൾ എ സി ഓൾറെഡി നമുക്ക് അറിയാം അത് ഇക്വലൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ അതൊന്നുകൂടെ നോക്കാം. ഇപ്പോൾ ബിയും ഡിയും ഇയും ഒക്കെ സെപ്പറേറ്റ് ആയി. എ സിയുടെ എഗെയിൻ നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എക്ക് 0 കൊടുക്കുമ്പോൾ ബി, സിക്ക് 0 കൊടുക്കുമ്പോൾ ബി, ആൻഡ് എക്ക് 1 കൊടുക്കുമ്പോൾ സി, സിക്ക് 1 കൊടുക്കുമ്പോൾ സി. വലിയ ചേഞ്ച് ഒന്നുമില്ല. സോ എ സി എഗെയിൻ വരും, ദെൻ ബി ഡി ഇ അതും വരും. 2 ഇക്വലൻസിൽ നമുക്ക് എന്താണോ കിട്ടിയത് അതേ കാര്യം തന്നെയാണ് നമുക്ക് 3 ഇക്വലൻസിനും റിപ്പീറ്റഡ് ആയിട്ട് വരിക. എ സി വരും, ആൻഡ് ദെൻ ബി, അത് കഴിഞ്ഞ് ഡി വരും, പിന്നെ വരുന്നത് ഇ ആണ്. അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ 3 ഇക്വലൻസിൽ വരിക. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടാവും 2 ഇക്വലൻസും 3 ഇക്വലൻസും സെയിം ആണ്. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് വരെ നമ്മൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ ഇതിൻ്റെ മിനിമൈസേഷൻ കംപ്ലീറ്റ് ആവൂ. ഇപ്പോൾ 3 ഇക്വലൻസിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും 4 ഗ്രൂപ്പേ ഉള്ളൂ. നമുക്ക് 5 സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. എയും സിയും കൂടെ സിംഗിൾ സ്റ്റേറ്റ് ആയി മാറി. അതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ നമ്മൾ ഇനി ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഡയഗ്രം വരയ്ക്കുക. ഇപ്പോൾ 4 സ്റ്റേറ്റ് അല്ലേ കിട്ടിയത്. എയും സിയും ഇക്വലൻ്റ് ആണെന്നാണ് ഇതിൻ്റെ മീനിങ്. എ എന്നുള്ള സ്റ്റേറ്റും സി എന്നുള്ള സ്റ്റേറ്റും ഇക്വലൻ്റ് ആണ്. സോ അത് വെച്ചിട്ട് നമ്മൾ ഇനി സ്റ്റേറ്റ് ഡയഗ്രം വരയ്ക്കുകയാണ് ചെയ്യുക. ഇതേ മെത്തേഡിന് നമ്മൾ പാർട്ടീഷൻ മെത്തേഡ് എന്നും കൂടെ പറയും കേട്ടോ. പാർട്ടീഷൻ മെത്തേഡ് എന്നും കൂടെ ഈ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടല്ലേ ഇതിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മെത്തേഡിനെ പാർട്ടീഷൻ മെത്തേഡ് എന്നും കൂടെ പറയും. വേറൊരു മെത്തേഡും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്, ടേബിൾ ഫില്ലിംഗ് മെത്തേഡ്. അപ്പം അത് ഇത് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഇനി ഈ ഒരു ട്രാൻസിഷൻ ഡയഗ്രാം, ഇനി ആദ്യം നമ്മൾ ഡയഗ്രാം ആണ് വരയ്ക്കാൻ പോകുന്നത്. ഒരു DFA ആണ്. ഈ 4 സ്റ്റേറ്റ്സും ട്രാൻസിഷൻ ടേബിൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ട്രാൻസിഷൻ ടേബിളും വെച്ച് നമ്മൾ ഇനി ആദ്യം DFA വരയ്ക്കാൻ പോവുകയാണ്. അപ്പം നമ്മളിൽ സ്ക്രോൾ ചെയ്തുകൊണ്ട് ട്രാൻസിഷൻ ടേബിൾ മുകളിലേക്ക് പോയി. സോ ആദ്യം ട്രാൻസിഷൻ ടേബിൾ എഴുതി. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ഡ്രോ ദ DFA. അപ്ഡേറ്റഡ് DFA വരയ്ക്കാൻ പോവുകയാണ് വിത്ത് 4 സ്റ്റേറ്റ്സ്. 4 സ്റ്റേറ്റ്സ് ആയപ്പോൾ തന്നെ അത് മിനിമൈസ് ആയി. ഇനി അതിലും താഴേക്ക് ചെറുതാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ് നമ്മുടെ എ ആണ്. AC എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. കാരണം അത് ഒരേ സെറ്റാണ്, അത് ഗ്രൂപ്പാണല്ലോ. നമ്മുടെ ഒരു സ്റ്റേറ്റ് AC ആണ്. അത് നമ്മുടെ സ്റ്റാർട്ട് സ്റ്റേറ്റ് ആയിട്ട് കൊടുത്തു. അതെന്തുകൊണ്ടാണ് സ്റ്റാർട്ട് സ്റ്റേറ്റ് ആയത്? എ ഓൾറെഡി നമ്മുടെ സ്റ്റാർട്ട് സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് AC എന്നുള്ളത് നമ്മുടെ സ്റ്റാർട്ട് സ്റ്റേറ്റ് ആയി. പിന്നുള്ളത് B ആണ്. ആൻഡ് ദെൻ ഡിയും ഇയും ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരച്ചിട്ടു എന്നേ ഉള്ളൂ. നിങ്ങൾ ട്രാൻസിഷൻ വരുന്നതിനനുസരിച്ചിട്ട് അപ്പോൾ വരച്ചാലും മതി. അപ്പോൾ ഈ നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് ആണ്. അതിലൊന്നും ചേഞ്ച് വരില്ല. ഈ നമ്മൾ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് വെക്കും. ആൻഡ് നൗ നമ്മൾ ഓരോ ട്രാൻസിഷനും മാർക്ക് ചെയ്യുക. ട്രാൻസിഷൻ ടേബിൾ നോക്കിയിട്ട് എക്ക് 0 കൊടുത്താൽ എങ്ങോട്ടേക്കാണ്? ബിയിലേക്കാണ്. സോ ആദ്യം നമ്മൾ അതാണ് മാർക്ക് ചെയ്യേണ്ടത്. എക്ക് 0 കൊടുത്താലും സിക്ക് 0 കൊടുത്താലും ഒക്കെ ബിയിലേക്ക് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അത് ഇക്വലൻ്റ് ആയത്. അപ്പോൾ അവിടേക്ക് അത് ആദ്യം മാർക്ക് ചെയ്യുക. AC-ക്ക് 0 കൊടുത്താൽ ബിയിലേക്കാണ്. അത് വരയ്ക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. നിങ്ങൾ ട്രാൻസിഷൻ ടേബിൾ നോക്കിയാൽ ക്ലിയർ ആവും. ആൻഡ് നൗ അത് മാർക്ക് ചെയ്യാം. AC-ക്ക് 0 കൊടുത്താൽ ബിയിലേക്കാണ്. ഓക്കെ. ഇനി AC-ക്ക് 1 കൊടുത്താൽ എങ്ങോട്ടേക്കാണ്? രണ്ടും സിയിലേക്ക് തന്നെയല്ലേ. AC എന്നുള്ളതിൽ സി ഉണ്ട്. സോ അത് നമ്മൾ റൗണ്ടഡ് ആരോ വെച്ച് ആ സ്റ്റേറ്റിലേക്ക് തന്നെ മാർക്ക് ചെയ്താൽ മതി. നമ്മൾ A ആണെങ്കിലും C ആണെങ്കിലും ഈ ഒറ്റ സ്റ്റേറ്റിലേക്ക് തന്നെയാണ് കേട്ടോ ഇനി മാർക്ക് ചെയ്യുക. അതിന് രണ്ടിനും പകരമാണ് നമ്മൾ സിംഗിൾ സ്റ്റേറ്റ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് അടുത്തതുള്ളത് B ആണ്. Bക്ക് 0 കൊടുത്താൽ ബിയിലേക്ക് തന്നെയാണ്. അത് മാർക്ക് ചെയ്യുക റൗണ്ടഡ് ആരോ വെച്ചിട്ട്. ദെൻ Bക്ക് 1 കൊടുത്താൽ ഡിയിലേക്കാണ് ട്രാൻസിഷൻ. അതും മാർക്ക് ചെയ്യുക. Bക്ക് 1 വന്നപ്പോൾ ഡിയിലേക്ക് ട്രാൻസിഷൻ വന്നു. ആൻഡ് ദെൻ ഇനിയുള്ളത് C ആണ്. C നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ മാർക്ക്ഡ് ആണ്. സിക്ക് 0 വന്നാലും 1 വന്നാലും AC-ക്ക് മാർക്ക് ചെയ്തപ്പോൾ അത് രണ്ട് സെയിം തന്നെയാണ്. ഇനി അത് കഴിഞ്ഞാൽ ഉള്ളത് നോക്കുക D. Dക്ക് 0 കൊടുത്താൽ ബിയിലേക്കാണ്. അപ്പം അത് മാർക്ക് ചെയ്യുക. ദെൻ Dക്ക് 1 കൊടുത്താൽ ഇയിലേക്കാണ്. Dക്ക് 1 കൊടുത്താൽ ഇയിലേക്കാണ്. അത് മാർക്ക് ചെയ്യുക.
കൊടുത്താൽ ഇയിലേക്ക്. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് ഇക്ക് 0 കൊടുത്താൽ എങ്ങോട്ടേക്കാ? ബിയിലേക്കാണ്. അപ്പോൾ അത് ബിയിലേക്ക് മാർക്ക് ചെയ്തു. ആൻഡ് ദെൻ ഇക്ക് 1 കൊടുത്താൽ സിയിലേക്കാണ്. സിയിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ടേക്ക് വരയ്ക്കണം? എ സിയിലേക്കാണ് വരയ്ക്കേണ്ടത്. എ സി എന്നുള്ളതും സി എന്നുള്ളതും എ എന്നുള്ളതൊക്കെ ഒരേ സ്റ്റേറ്റ് ആണ്. സോ അങ്ങോട്ടേക്കും വരയ്ക്കാം. അപ്പോൾ നമ്മൾ എല്ലാ സ്റ്റേറ്റ്സും മാർക്ക് ചെയ്തു. വിത്ത് സെയിം ടി എഫ് എ ആണ്. 5 സ്റ്റേറ്റ്സ് ആണ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് വരച്ചപ്പോൾ എത്ര സ്റ്റേറ്റ്സേ ഉള്ളൂ? 4 സ്റ്റേറ്റ്സേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഒരു DFA മിനിമൈസേഷൻ ചെയ്യുക. ഓക്കെ.